തലമുറയിൽ മരിച്ചു പോയവരെ കൂടി നമ്മൾ ഓർക്കുന്നു. അപ്പൊ മരണത്തോടു കൂടി പോലും നമുക്ക് കുടുംബ ബന്ധങ്ങൾ ഇല്ലാതാകുന്നില്ല. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത്. ഈ വേരുകൾ എത്രത്തോളം ആഴത്തിൽ വേരുകൾ പോയിട്ടുണ്ടോ അത്തരം വൃക്ഷത്തിനെ ഒരു കാറ്റിനും തള്ളിയിടാൻ സാധിക്കും. അത്തരം വൃക്ഷം ഒരിക്കലും ഉണങ്ങില്ല. എവിടെയാണോ വെള്ളമുള്ളത് അവിടെ പോയിട്ട് ആ വേര് കൊണ്ട്. അപ്പൊ ഇഷ്ടംപോലെ വേരുണ്ട്. അത് ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വൃക്ഷം നശിക്കില്ല. അത് തന്നെയാണ് ഹിന്ദുത്വം. എന്തൊക്കെ വിപരീത സാഹചര്യങ്ങൾ, ഒരുപാട് ആക്രമണങ്ങളെ ഇന്നലെ നേരിട്ടുവെങ്കിൽ ഇന്ന് അകത്തു നിന്നുള്ള ഒരുപാട് അവഗണനകളാണെങ്കിലും അപമാനമാണെങ്കിലും ഒരുപാട് നമ്മൾ ഇന്ന് അനുഭവിക്കുമ്പോഴും ആത്മാഭിമാനത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് നമ്മുടെ പാരമ്പര്യവുമായുള്ള ഈ വേരുകൾ മുറിച്ചു മാറ്റാത്തതുകൊണ്ട്, ആ വേരുകൾ അവിടെ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ കുടുംബ സംഗമം എന്തിന്? ഇങ്ങനെയൊക്കെയാണ് കുടുംബത്തിന്റെ കഥ എങ്കിൽ ഹിന്ദുക്കളെല്ലാം കുടുംബവുമായി വേര് ഉറപ്പിച്ചുള്ളൊരു ബന്ധം നമുക്കുണ്ടെങ്കിൽ, അത്രയും ശ്രേഷ്ഠമായൊരു സംസ്കാരം നമുക്കുണ്ടെങ്കിൽ എന്തിനീ മീറ്റിംഗ്, എന്തിനീ കൂട്ടായ്മ? ഇതിന്റെ ആവശ്യമില്ല. കാരണം ഇവിടെ ഈ മണ്ണിൽ ഉള്ളതല്ലേ കുടുംബ ബന്ധം. പക്ഷെ ഇന്നലെകളിലത് നമ്മൾ യോഗം നടത്തിയില്ലെങ്കിലും നമ്മളിൽ വളരെ രൂഢമൂലമായി ആ കുടുംബത്തിന്റെ മഹത്വം നമുക്കറിയാമായിരുന്നു. ഇന്ന് ആധുനിക വിദ്യാഭ്യാസം മാത്രം കൈമുതലായ നമുക്ക് ആ കുടുംബം എന്തിനാണ് എന്നുള്ളത് അല്പം മറന്നു പോകുന്നുണ്ട്. അവിടെയാണ് ഇത്തരം കുടുംബ സംഗമങ്ങളുടെ പ്രത്യേകത. നമ്മളായി മാറാൻ, മനുഷ്യനായി മാറാൻ, ആ മനുഷ്യനെ സമാജത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ, ആ സമാജം തെറ്റുകളിലേക്ക് നീങ്ങാതിരിക്കാൻ, ഇതിനൊക്കെ കുടുംബമാണ് അത്താണിയായി പ്രവർത്തിക്കുന്നത്, ആധാരമായി പ്രവർത്തിക്കുന്നത്. ആ ഒരു സങ്കല്പത്തിലേക്ക് നമ്മുടെ കുടുംബം എത്തണമെങ്കിൽ ഇത്തരം ചില കൂട്ടായ്മകളിലൂടെ ചില മാറ്റങ്ങൾ നമ്മുടെ മൂല്യബോധത്തില്, നമ്മുടെ പെരുമാറ്റത്തില് ചില മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നമുക്ക് ആ ഉദ്ദേശിച്ച ഒരു തലത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ ആക്രമണങ്ങളും നേരിട്ടപ്പോഴും ഒരു തിരി കത്തിച്ച ഇന്ന് ആ ധൈര്യം നമുക്കുണ്ട്. എല്ലാ വിപരീത സാഹചര്യം ഉണ്ടായപ്പോഴും ഒരു തിരി കത്തിച്ചു. പക്ഷെ എന്റെയും നിങ്ങളുടെയും ഇടയിൽ നമ്മുടെ പരിസര പ്രദേശത്ത് ആരെങ്കിലും വന്നിട്ട് നാഴി അരി തരാന്ന് പറഞ്ഞാൽ വിളക്കൂതിക്കെടുത്തുന്നവരില്ലേ? ഒരാഴ്ചത്തെ റേഷൻ വാങ്ങാനുള്ള കാശ് തരാം, ഒരാഴ്ചത്തെ റേഷൻ വാങ്ങാനുള്ള കാശ്. അല്ലെങ്കിൽ ആരെന്തെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കടം തൽക്കാലം ഒന്ന് വീട്ടിൽ തരാം, പെരമണിയാൻ എന്തെങ്കിലും തരാം, മകളുടെ കല്യാണത്തിന് വല്ലതും സഹായിക്കാം എന്ന് പറഞ്ഞാൽ തലമുറകളായി കത്തിച്ചുകൊണ്ടിരുന്ന വിളക്ക് ഊതിക്കെടുത്തുന്നില്ലേ? കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമം 4 കുറവുണ്ട്, അത് വേറെ കാര്യം. ഊതിക്കെടുത്തുന്നില്ലേ? അപ്പൊ നമുക്ക് എവിടെ ആ നാഭീനാള ബന്ധം ഇന്ന് ധർമ്മവുമായി പാരമ്പര്യവുമായുള്ള ആ ബന്ധം ഇന്ന് നിലനിൽക്കുന്നുണ്ടോ? അതോ അറുത്തു മുറിച്ച് മാറ്റുന്നുണ്ടോ? നാഴി എലിക്ക് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും താൽക്കാലികമായ സഹായത്തിന് വേണ്ടിയിട്ടോ? ശ്രേഷ്ഠമായ ഒരു ധർമ്മത്തിൽ, തലമുറകളിലൂടെ കൈമാറി നമുക്ക് കിട്ടിയ ഒരു ധർമ്മത്തിൽ നമ്മൾ വലിച്ചെറിയുമായിരുന്നു. കുടുംബ ബന്ധങ്ങളിൽ അത് അടിയുറച്ചു വന്നിരുന്നുവെങ്കിൽ, നമ്മൾ എന്താണെന്ന്, നമ്മുടെ ധർമ്മം എന്താണെന്ന് നമുക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ഇങ്ങനൊരവസ്ഥ വരുന്നു. അവിടെയാണ് ചില മാറ്റങ്ങൾ ആവശ്യമാണ്. നേരത്തെ മാനനീയ അധ്യക്ഷ നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ ഹിന്ദു ധർമ്മപ്രകാരം ആരും അന്യരല്ല. ഒരു ധർമ്മത്തെയും നമ്മള് ശത്രുപക്ഷത്തോ തെറ്റിന്റെ പക്ഷത്തോ നിർത്തുന്നില്ല. ഒന്ന് മാത്രം സത്യം, മറ്റതെല്ലാം അസത്യം, ഇങ്ങനെയുള്ള വിശ്വാസമൊന്നും ഒരിക്കലും ഹിന്ദു ധർമ്മത്തിൽ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? നമ്മളെ പോലെ തന്നെയാവും മറ്റുള്ളവരും എന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ ഉറച്ചങ്ങ് വിശ്വസിച്ചു. നമ്മളെ പോലെ തന്നെയാകും മറ്റുള്ളവരും. കാരണം നമ്മളെല്ലാവരും നന്നാകട്ടെ, ലോകാ സമസ്താ സുഖിനോ ഭവന്തു എന്ന് മാത്രം പ്രാർത്ഥിക്കുമ്പോൾ, അങ്ങനെയാണ് ലോകം മുഴുവൻ പ്രാർത്ഥിക്കേണ്ടത് എന്ന ധാരണയിൽ ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്ന വലിയ തത്വം നമ്മളിലേക്ക് എത്തിച്ചു. എല്ലാം ഒന്നാണ്. അറിവുള്ളവർ അതിനെ പലതായി പറയുന്നു, പലതരത്തിൽ നിൽക്കുന്നു. എല്ലാം ഒന്നാണ്. പക്ഷെ ഇത് പറയുമ്പോഴും വ്യത്യാസം അറിഞ്ഞിരുന്നു നമ്മുടെ പഴയ തലമുറ. എല്ലാം ഒന്നാണെന്ന് പറയുമ്പോഴും അതിന് ചില വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ എന്താണ്? ആരും ശത്രുവല്ല, ആരുടെയും തെറ്റല്ല. പക്ഷെ എല്ലാം ഒന്ന് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതെല്ലാം കൂടി ഒരേ തരത്തിലുള്ളതാണ് എന്ന തലത്തിലല്ല. ഇന്ന് കുടുംബ ബന്ധങ്ങൾ എത്തി നിൽക്കുന്നത് അവിടെയാണ്. പലപ്പോഴും ഇപ്പൊ നമുക്കറിയാം, പല വിധത്തിലുള്ള അപകടങ്ങൾ നമ്മുടെ സമാജത്തിൽ നേരിടുന്ന ഒന്ന്, നമ്മുടെ മക്കൾ വലിയ തോതിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നിങ്ങൾക്കൊക്കെ 1-2 കേസുകളെ നിങ്ങളൊക്കെ അറിയുണ്ടാവുള്ളൂ. സാമൂഹ്യ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കറിയാം, നഷ്ടം ആയിരക്കണക്കിനാണ്. കൗമാരപ്രായം പിന്നിടുന്ന, യുവത്വത്തിലെത്തുന്ന, അല്ല മധ്യവയസ് വരെ എത്തിയ
പ്രത്യേകിച്ച് അമ്മമാരുടെ സ്നേഹത്തിന്റെ കരുത്ത്, നമ്മുടെ സമാജത്തിന്റെ കരുത്ത്. അതില് ധാരാളം ആളുകൾ മറ്റുള്ളവരുടെ വലയിൽപ്പെട്ട് അറിഞ്ഞോ അറിയാതെയോ നശിക്കുന്നുണ്ട്. പ്രേമം എന്ന കെണിയിൽപ്പെട്ട് അറിഞ്ഞോ അറിയാതെയോ നശിക്കുന്നുണ്ട്. അത്തരം ആയിരക്കണക്കിന് ആളുകളുടെ കഥ ഞങ്ങൾക്കറിയാം. ഇതിന് ചില കുട്ടികളുമായിട്ട് ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും. അതിലൊരു അനുഭവം വളരെ ഒന്നല്ല പലരും പറയുന്നത്, ഒന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്നില്ല. ഇത്തരത്തിലൊരു കുട്ടി ഒരു ഭൂലോക ഫ്രോഡിന്റെ ഒപ്പാണ് ഇറങ്ങിപ്പോയി. അവനില്ലാത്ത കേസും ഇല്ല, വേണ്ടാതീനും ഇല്ല. അവന്റെ കൂടെയാണ് ഇറങ്ങിപ്പോയി. ഈ ഇറങ്ങിപ്പോയ കുട്ടിയുമായിട്ട് സംസാരിച്ചിട്ട് ഒരു വിധത്തിൽ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോ സംസാരിച്ചപ്പോ ഒരു വിധത്തിൽ അവൻ ഫ്രോഡാണ് എന്ന് അവളെ ബോധ്യപ്പെടുത്താൻ കഴിയും. അവൻ ഫ്രോഡാണ് എന്ന് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു, ശരി ഞാൻ അവന്റെ കൂടെ പോകുന്നില്ല, കാരണം അവൻ ഫ്രോഡാണ്, വേണ്ട, എന്നാ വീട്ടിൽ പോവല്ലേ എന്ന് വെച്ചു. ഉടനെ ആ കുട്ടി പറഞ്ഞ ഉത്തരവുണ്ട്, വീട്ടിലേക്ക് ഞാൻ ശരിയാവില്ല, എന്തേന്ന് വെച്ചു. വീട്ടിൽ ചെന്നാല് ഞാൻ ഇനി 2 കാലുമ്മ നിൽക്കണ ആന തലയുള്ള ആ വികൃത രൂപത്തെയൊക്കെ പൂജിക്കണ്ടേന്ന് വെച്ചു. ഗണപതി ഭഗവാനെ പറയുന്നത്, വീട്ടിൽ ചെന്നാൽ 2 കാലുമ്മ നിൽക്കണ ആന തലയുള്ള വികൃത രൂപത്തെയൊക്കെ പൂജിക്കണ്ടേ. പ്രേമമല്ല കിട്ടിയത്, പ്രേമത്തോടൊപ്പം കിട്ടിയിരുന്നത് മതമായിരുന്നു. മറ്റൊരു മതത്തെ ഇങ്ങനെ ഇൻജക്ട് ചെയ്ത് കയറ്റി. അതിനെപ്പറ്റി കുറച്ചങ്ങനെ മുന്നോട്ട് സംസാരിച്ചു പോയപ്പോ കുട്ടി ചോദിച്ചൊരു കാര്യമുണ്ടായി, ഞാൻ മതം മാറിപ്പോണുണ്ട്, എന്താ ഇച്ചിരി കുഴപ്പം, എല്ലാ മതവും ഒന്നല്ലേ, ഹിന്ദുമതം പഠിപ്പിക്കുന്നത് എല്ലാ മതവും ഒന്നല്ലേ, പിന്നെ മാറിയാലല്ല. നാഴി അരി തന്നിട്ട് വിളക്കോതി കെടുത്താൻ പറയുമ്പോൾ അത് ചെയ്യുന്നവനും ആശ്വസിക്കുന്നത് എല്ലാ മതവും ഒന്നല്ലേ, അവിടെ പോയാൽ നാഴി അരി കിട്ടുമ്പോൾ അങ്ങോട്ട് പോയിക്കോട്ടെ, കല്യാണത്തിന് പൈസ കിട്ടുന്ന അങ്ങോട്ട് പോയിക്കോട്ടെ, എല്ലാ മതവും ഒന്നല്ലേ. അപ്പൊ ഇവിടെയാണ് നമുക്ക് ഇന്ന് ചില തിരുത്തലുകൾ ആവശ്യമാണ്. ഇതിനെ ഒരു തമാശയിൽ കൂടി ചിലപ്പോ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണോ, ധാരാളം നിങ്ങളൊക്കെയും കേട്ടുണ്ടാവും, കണ്ടുപിടിച്ച ആള് ഞാനൊന്നുമല്ല. അത്തരം തമാശ കാരണം പലരും നിങ്ങളും കേട്ടാണ്, കേൾക്കാത്തവർക്ക് വേണ്ടി മാത്രമാണ്. ഒരു വിദ്വാൻ ഇപ്പോഴത്തെ സാഹചര്യത്തില് ഒരു പെണ്ണ് കേസിൽ പിടിച്ച് കോടതിയിൽ ഹാജരാക്കി, കേസ് ചാർജ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. അയലോക്കത്തെ സ്ത്രീയെ കയറി വേണ്ടാത്ത എന്തൊക്കെ ചെയ്തതാണ്. മജിസ്ട്രേറ്റ് കുറ്റപത്രം, ഇയാളുടെ പേരിലുള്ള കുറ്റപത്രം ഒന്ന് ഓടിച്ചു വായിച്ചു. അടുത്ത വീട്ടില് സ്ത്രീയെ കയറി അരുതാത്തതൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ പറഞ്ഞു വെച്ചു. ഈ കുറ്റം താങ്കൾ ചെയ്തിട്ടുണ്ടോ? വളരെ ബോൾഡായിരുന്നു ഉത്തരം, ഇല്ല. വക്കീൽ എങ്ങനെയല്ലേ പഠിപ്പിക്കുക? വക്കീൽ പഠിപ്പിച്ച മാതിരി ഒന്നല്ല, ഉള്ളിന്നാ വരുന്നത്. ആത്മാർത്ഥതയോടെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഉടനെ മജിസ്ട്രേറ്റ് ഒന്നും കൂടി പറഞ്ഞു, താങ്കൾ അടുത്ത വീട്ടില് ആളില്ലാത്ത നേരത്തെ അവിടുത്തെ വാതില് കുത്തി തുറന്ന് അവിടെ കയറി അവിടുത്തെ സ്ത്രീയെ പിടിച്ച അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പറഞ്ഞു. ഈ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നേരത്തെ നിഷേധിച്ചതോ ചോദിച്ചു. നേരത്തെ സാർ എന്താ എന്നോട് ചോദിച്ചത്? ആ കുറ്റം ചെയ്തിട്ടുണ്ടോന്നല്ലേ ചോദിച്ചത്. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. സാർ ഈ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത വീട്ടിലെ കയറി സ്ത്രീയെ കയറിയിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്, അതൊക്കെയും ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെന്താ അത് തെറ്റല്ലേ വെച്ചു. എന്റെ സാറേ, ഞാനത് എന്റെ ഭാര്യ ചെയ്തെങ്കിൽ സാർ എന്നെ ഇവിടെ പിടിച്ചു നിർത്തി ക്രൂശിക്കുമായിരുന്നു, വിചാരണ ചെയ്യുമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ഭേദഭാവവും ഇല്ല. എന്റെ ഭാര്യയെന്നോ അയലക്കത്തെ ഭാര്യയെന്നോ എനിക്ക് ഒരു ഭേദഭാവവും ഇല്ല. ഞാൻ അദ്വൈതത്തിലെത്തിയ ആളാണ്. കാരണം അദ്വൈതം തന്നാൽ രണ്ടില്ലാന്ന്, എല്ലാം ഒന്നാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഭേദഭാവവും ഇല്ല, എല്ലാരും ഒന്നാന്ന് പറഞ്ഞു. ആ തലത്തിലല്ല ആ തലത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കിയത്. നമ്മുടെ പൂർവികരുടെ നന്മ കൊണ്ട് മറ്റുള്ളവൻ